ഹായ് ഗൈസ്. തമിഴിൽ നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് OTT റിലീസ് ആയിരിക്കുന്ന സിറൈ മൂവി കണ്ടു. തിയേറ്ററിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അതിൽ ഐ എം റിയലി സാഡ് നൗ. നല്ലൊരു മൂവിയാണ്. വിക്രം പ്രഭു ആണ് ലീഡ് ആക്ടറായിട്ട് വരുന്നത് പടത്തിൽ. അതുപോലെ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് രാജകുമാരി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ വെട്രിമാരൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഈ മൂവിയിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി ഒരു പടമായിരുന്നു. ഇതിൽ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് തമിഴ്, അതുപോലെ സുരേഷ് രാജകുമാരിയാണ്. സ്റ്റോറി ബൈ തമിഴാണ്. പിന്നെ പ്രൊഡ്യൂസർ SS ലലിത് കുമാറാണ്. അതുപോലെ പടത്തിൽ മെയിൻ വേറെ ആക്ടേഴ്സ് ആയിട്ട് വന്നേക്കുന്നത് LK അക്ഷയ് കുമാർ, അനീഷ്മ, അനിൽ കുമാർ, അനന്ത ആൻഡ് തമ്പിരാജ്. സോ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സോഷ്യലായിട്ട് നിലനിൽക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു സ്പെസിഫിക് കാസ്റ്റിനോട് അവർക്കുള്ള ഒരു പ്രോബ്ലം, പിന്നെ അതുപോലെ എക്കണോമിക്കൽ പരമായിട്ടുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ, അതിനെല്ലാം ചെറിയ രീതിയിൽ തുറന്നു കാണിക്കുന്ന ഒരു പടമാണ്. ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം പ്രഭു ഒരു കോൺസ്റ്റബിൾ ആണ്. അപ്പൊ ഇവര് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു പ്രതി. അപ്പൊ ആ പ്രതിയുടെ ലൈഫിനെ കുറിച്ച് വിക്രം പ്രഭു അറിയുന്നതും പിന്നെ അതിന്റെ ബാക്കിയായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വരുന്നത്. പടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറെ സോഷ്യൽ കാര്യങ്ങളെ കുറിച്ച് നല്ലപോലെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയിലുള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ആക്ടിങ് ആയിരുന്നു എല്ലാവരുടെ ഭാഗത്തും. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. സ്റ്റോറിയുടെ പ്രോഗ്രസ്, ആ ഫ്ലോ അടിപൊളിയായിരുന്നു. നമുക്ക് ബോറടിക്കാത്ത രീതിയിലായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സീനുണ്ട്, ഒരു ബസ്സിൽ വെച്ചുള്ള ഒരു ചെറിയൊരു ഫൈറ്റ് സീൻ പോലൊരു സീനുണ്ട്. അതും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വിക്രം പ്രഭു ഇതുപോലെയൊക്കെയുള്ള കുറെ നല്ല സ്റ്റോറീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മോശമായ പടങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് വന്ന കുറച്ച് പടങ്ങളാണെങ്കിൽ പോലും നല്ല സ്റ്റോറിയുള്ള, നല്ല രീതിയിലുള്ള സെലക്ഷനാണ് പുള്ളിക്കാരൻ്റെത്. പുള്ളിക്കാരൻ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പുള്ളി ഒരു ടോപ്പ് ടയർ ഹീറോ ആയിട്ട് മാറും തമിഴില്. ഇപ്പം നമ്മൾ ജീവയുടെ തിരിച്ചു വരവെന്നൊക്കെ പറഞ്ഞ പോലെ വിക്രം പ്രഭു ആക്ച്വലി ലാസ്റ്റ് മൂവീസ് ഒന്നും അത്രയ്ക്ക് മോശമല്ലായിരുന്നെങ്കിൽ പോലും പുള്ളിക്കാരൻ ഇപ്പം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല മൂവീസ് ചെയ്യുകയാണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റാർഡം പുള്ളിക്ക് ഉണ്ടാവും തോന്നുന്നു. നല്ലൊരു ആക്ടറാണ്. അതിലെ തന്നെ മൂവിയിലുള്ള എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പടം നമ്മൾ എൻറ്റയർ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്ന പടമാണ്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നമ്മളെല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ OTT കണ്ടു നോക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, സപ്പോർട്ട് മീ and show some love in the form of likes and comments. Thank you.